അല്ലാതെ മറ്റു കഴിഞ്ഞ ഒരു വർഷമായി ഒരാളെ കഴിഞ്ഞ ഒരു വർഷമായാലും ഒരാളെ വന്നിട്ട് അത് വളരെ നോയമ്പിലായിരുന്നു. ഞങ്ങൾ ഈ പ്രദേശക്കാരാ, ഞങ്ങൾക്ക് പല വയലില്ല. ഈ ഇതിന്റെ ഇടയ്ക്ക് ഒരു പിള്ളേരെ അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും തടയാൻ കൊടുക്കാൻ നോക്കുമോ? അവരെ വിട്ടു അവര് വണ്ടി അവസാനം വേണം. പോലീസ് അമ്മമാരെ എന്റെ രീതിയിൽ മുന്നോട്ട് പോകണം. അതുകൊണ്ട് പ്രതികാരത്തിന് ഇവിടെ പിടിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. സുഹൃത്തുക്കളെ, കൊല്ലംകാർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ വരുന്ന നെഗറ്റീവ് വാർത്തകൾ, ഇത്തരം കൊലപാതക വാർത്തകൾ മുഴുവൻ കൊല്ലം എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തു നിന്നാണ്. ഇപ്പോഴിതാ ഒരു ചെറുപ്പക്കാരനാണ്, വളരെ ചെറുപ്പക്കാരനാണ്. അവന്റെ പേര് തന്നെ അലുവ അതുൽ എന്നാണ്. എന്തുകൊണ്ടാണ് ഈ അലുവ അതുൽ എന്നൊക്കെ ഈ ഒരു പേര് വീണെന്ന് വലിയ പിടുത്തൊന്നുമില്ല. ഇനി അലുവ അതുലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അലുവയാണെന്ന് വലിയ പിടുത്തൊന്നുമില്ല. പക്ഷേ ഇവൻ അതിഭീകരനായിട്ടുള്ള ഒരു ക്രിമിനലാണ് എന്നാണ് ഇപ്പോൾ കേരള ന്യൂസ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരുന്ന വാർത്ത. ആ ഒരു നോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സൈഡ് കാണാൻ കഴിയും. നടു റോട്ടിൽ വെട്ടിക്കൊന്ന അലുവ അതുൽ കുടം കൊണ്ട് എതിരാളികളെ കൊന്നിരുന്ന ഗുണ്ട എന്നാണ്. ഇവന് അതിഭീകരമായിട്ടുള്ളൊരു വെട്ടിക്കൊലപാതകം തന്നെയാണ് ഇപ്പൊ നടന്നിട്ടുള്ളത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതിലത്തെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാഹനത്തെ പിന്നാലെ പിന്തുടർന്ന് ആ വാഹനം ഇടിച്ചിട്ട് അതൊരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗട്ടറിലേക്ക് വീഴുന്നു. അവനെ ഗ്ലാസ് മുഴുവൻ കയറ്റിക്കൊണ്ടിരിക്കുന്ന ആ സൈഡ് മുഴുവൻ 4-5 പേര് ഇറങ്ങിയിരുന്നിട്ട് വാള് കൊണ്ട് വെട്ടുകയാണ്. അങ്ങനെ വെട്ടി അവനെ പുറത്തേക്ക് എടുത്തിട്ടിട്ടാണ് വെട്ടി തീർത്ത് കളഞ്ഞിട്ടുള്ളത്. ആ തീർത്ത് കളഞ്ഞ ഗുണ്ടയുടെ പേരാണ് അലുവ അതുൽ എന്ന് പറയുന്നത്. ആ ഒരു കൊലപാതകം നടക്കുന്ന സമയത്ത് ഒരു പക്ഷേ ആ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന, എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു ഭീകര ദൃശ്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരാൾ പോലും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് നോക്കി നോക്കിയേ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ജാമ്യത്തിലിറങ്ങിയ ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊന്നു. അത് അടിച്ചിടുന്നു. സന്തോഷ് വടക്കേസ് പ്രതി അലുവ അതുലിനെയാണ് വെട്ടിയത്. സ്റ്റേഷനിലെത്തിയ ശേഷം മടങ്ങി പോകുമ്പോഴായിരുന്നു. പിന്നെ വെട്ടാണ് അവനെ അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാനുള്ള ശ്രമമാണ്. 1, 2, 3, 4 പേരാണ് പുറത്തേക്ക് ഇറങ്ങി വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാ ഈ സൈഡിൽ അവനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അവൻ പുറത്തേക്ക് ചാടി. പിന്നെ നമുക്ക് അതിന്റെ പൊന്നു സുഹൃത്തുക്കളെ എന്തൊരു ഭീകരത എന്ന് ആലോചിച്ചോക്കെ, എന്തൊരു ഭീകരമായ ഒരു അവസ്ഥ എന്ന് ആലോചിച്ചോക്കെ. എന്ത് ധൈര്യത്തിലാണ് ആളുകളൊക്കെ. നിങ്ങൾക്ക് ആ ഒരു ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒരുപാട് വണ്ടികൾ അതിനൊക്കെ പോകുന്നുണ്ട്. ഒരാൾ പോലും അവരൊന്നും ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഈവൻ ഒരു ലോറി പോലും പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ച ആ ലോറിക്കാരനെ ആ നിർത്തിയിട്ടിരിക്കുന്ന ഇന്നെവിടെ മേത്തിക്കൊണ്ട് കയറ്റാൻ പറ്റൂലേ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതാണേ, നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഇവിടുന്ന് ആലോചിച്ചുണ്ടാക്കുന്നതാണേ. അങ്ങനെയെങ്കിൽ അതൊന്നും തീരുമാനാക്കാൻ കഴിയില്ല, ആ ഒരു കൊലപാതകളെ പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ആ കൊലപാതകൾ തീർച്ചയായിട്ടും ആ ലോറിക്കാരൻ നോട്ട് ചെയ്യും. പിന്നെ അവന്റെ ജീവിതം പോയി എന്ന് വിചാരിച്ചാൽ മതി. അവരെങ്ങനെയെങ്കിലും അവരെ നോട്ട് ചെയ്യും, അവന്റെ പിന്നാലെ പോകും, അവനെ കൂടെ തീർക്കും എന്നല്ലാതെ വേറൊന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ക്രമസമാധാനം എന്ന് പറഞ്ഞ പരിപാടി പരിപൂർണമായിട്ട് ഇല്ലാണ്ടായി എന്ന ദിവസം നോക്കൂ, പട്ട പകലാണ്. പലപ്പോഴും ഇത്തരം ക്രൂരകൃത്യങ്ങളൊക്കെ നടക്കുക രാത്രികളെന്നൊക്കെ നമ്മൾ കേട്ടിട്ടും മറ്റൊക്കെ ഉണ്ട്. ഇത് പട്ട പകലാണ്. ഒരു മടിയും കൂടാതെ, ഒരു ഭയവും കൂടാതെ അവരെ പിന്നാലെ പോയിട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അവൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിട്ട് വരുന്ന വഴിക്ക് പിന്നാലെ ചെന്ന് വണ്ടി ഇന്നോവയിൽ വന്നിട്ട് അത് ഇടിച്ചിട്ടിട്ട് വളരെ വൃത്തിയായിട്ട് അവനെ വലിച്ചിറക്കി വെട്ടിക്കൊന്നിരിക്കുന്നു. ആ കൊലപാതകികൾക്ക് എന്തായാലും ഇതൊരു ഗുണ്ടാപ്പകയാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ഇത് വെറും ഗുണ്ടാപ്പക മാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ നമ്മൾ സങ്കല്പിക്കും വേണ്ട. ഇവൻ ഇങ്ങോട്ട് 1 വർഷം മുമ്പേ കണ്ടാണ് ഒരുത്തനെ കൊന്നിട്ട് പോയി ജയിലിൽ പോയിട്ടുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് കിട്ടിയ പരോളിന് വന്നിട്ടുള്ളൂ. ആ പരോളിന് വന്നിട്ട് ഒപ്പിട്ട് തിരിച്ചു പോണ വഴിക്കാണ് ഇത് കിട്ടിയത്. ഇനി ഇവരെ പറ്റിയിട്ട് ചില വിവരണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അന്തം വിടാം. ഈ അലുവ അതുൽ എന്ന് പറയുന്നവൻ ഈ കൂടം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ചുറ്റിക പോലത്തെ ഒരു കട്ടിയുള്ള സാധനമില്ലേ, അതുകൊണ്ടാണ് അത്ര ഇവൻ ആളുകളെ കൊന്നിരുന്നത്, എതിരാളികളെ കൊന്നിരുന്നത്. അതുകൊണ്ടായിരുന്നു അത്ര. ഇതാണ് ചെറുപ്പക്കാരൻ. ഒന്ന് ആലോചിക്ക്, എന്തൊരു മാന്യനായിട്ടുള്ള അല്ലേ, കാണാൻ എത്ര ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷെ ആള് പക്ക ക്രിമിനലാണ്. മദ്യമോ ലഹരിയോ ഉപയോഗിക്കില്ല, മദ്യപാന പാർട്ടിയിലും പങ്കെടുക്കില്ല. പക്ഷേ മദ്യം ഉപയോഗിക്കില്ല, ലഹരി ഉപയോഗിക്കില്ല, മദ്യപാന പാർട്ടി ഒന്നുമില്ല. പക്ഷേ അലുവ അതുലിന്റെ ലഹരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോര കാണലാണ്. അവന് ചോര കാണുക, അതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾക്ക് ഒരുപാട് ചർച്ച ചെയ്ത് പോയിട്ടുള്ളതാണ്.
ചില ആളുകൾക്ക് ചോര കാണുമ്പോൾ, ചോര തെറിക്കുന്നത് കാണുമ്പോഴൊക്കെ അത് അവരുടെ ഉള്ളിൽ ഒരു അപാരമായിട്ടുള്ള ആനന്ദമൊക്കെ ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു ആനന്ദം കിട്ടിയിരുന്ന ഒരാളുടെ ഈ ഒരു മനുഷ്യൻ എന്നുള്ളതാണ്. എന്തായാലും ഞാൻ വിചാരിച്ചിരുന്നത് അവിടെ ആളുകൾക്ക് ആർക്കെങ്കിലും തടുത്തൂടെ. നിങ്ങൾക്കിപ്പോൾ ആ ഒരു വീഡിയോയിൽ ഒരുപാട് ആളുകൾ അവിടെ ഇവിടെ നിൽക്കുന്നതൊക്കെ കാണാം. പക്ഷെ ഒരാൾ പോലും ഒന്നും ചെയ്യുന്നില്ല. അതിനുത്തരം നമുക്ക് ഇത് തന്നെയുള്ളൂ. കഴിഞ്ഞ ഒരു വർഷമായാലും ഒരാളെ വന്നിട്ട് അത് ഇന്നലെ നോയമ്പിലായിരുന്നു. ഞങ്ങൾ ഈ പ്രാവശ്യക്കാരാ, ഞങ്ങൾക്ക് പോയല്ലേ. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പിള്ളേരെ അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും തടയാൻ കൊടുക്കാൻ നോക്കുമോ? ഓരോ കിട്ടും. ഒരു വണ്ടി പ്രധാനം വേണം. പോലീസ് അമ്മമാരെ എന്റെ രീതിയിൽ മുന്നോട്ട് പോകണം. ഇതുകൊണ്ട് പ്രതികളെ അത്ര കൂടെ പിടിക്കണം. നമ്മുടെ ആവശ്യം. തീർച്ചയായിട്ടും അതിന്റെ അടുത്ത് അവരെ തടുക്കാൻ അല്ലെങ്കിൽ അത് കണ്ടു നിൽക്കാൻ ദൃക്സാക്ഷി എന്ന രീതിയിൽ ആരെങ്കിലും അവരെ അടുത്തേക്ക് എത്തുകയോ മറ്റേ ചെയ്ത് കഴിഞ്ഞാൽ അവർ വെട്ടും. ഒരു മടിയും കൂടാതെയാണ് ആ അലുവ അതുൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ, അവൻ ക്രിമിനലാണ്, ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാളെടുത്തതിന് വാളൽ എന്ന രീതിയിൽ കിട്ടേണ്ട പണിയൊക്കെ തന്നെ അവന് കിട്ടിയെന്ന് പറയാം. പക്ഷെ അത് എന്തൊരു ഭീകരതയെന്ന് ആലോചിക്ക്. അത് കണ്ടു നിൽക്കുന്ന കുഞ്ഞുങ്ങളെ തൊട്ടടുത്തൊക്കെ ഉണ്ടെങ്കിൽ അവരവസ്ഥ ആലോചിക്ക്. നമ്മളൊരു വിധായി പോവില്ലേ, നമ്മൾ ഭയന്നൊരു വിധായി പോവില്ലേ. അതുപോലെ നമ്മൾ ട്രോമയിലേക്ക് എത്തിക്കാൻ നമ്മുടെ മുമ്പിൽ ആദ്യമായിട്ട് നമ്മൾ സിനിമയിലും മറ്റും കാണുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരെ മുമ്പിൽ നിന്ന് കാണുകയാണ്. ഒരു വിധമായി പോകും നമ്മൾ ചെറുപ്പക്കാരെ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വെട്ടാൻ പോയ ആൾക്കാർ മുഴുവൻ ചെറുപ്പക്കാരാ. ഒരു 10-30 വയസ്സിന് ഇടയിലുള്ള 20-30 ഇടയിലുള്ള ചെറുപ്പക്കാരാണ് ഇറങ്ങി വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരെ വസ്ത്രധാരണ രീതിയും അവരുടെ സ്റ്റാച്ചറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ എത്ര ചെറുപ്പക്കാരാണ് ഇത്തരം മേഖലയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ക്രമസമാധാന നില തകർന്നോ എന്നുകൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ബൈ.